ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണേ ബോട്ടിൻ്റെ എയർബാസ് എന്ന് പറഞ്ഞൊരു മോണോപോഡാണ്. ഇതൊരു മോണോപോഡാണ്, ഒരു സിംഗിൾ സൈഡ് ഇയർഫോണാണ്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഗൂഗിൾ മാപ്പിലൊക്കെ ഇപ്പോൾ നോക്കിപ്പോണ ലൊക്കേഷൻ നോക്കിപ്പോണ ആൾക്കാരൊക്കെ കാണുമല്ലോ, സർവീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംഗിൾ സൈഡ് ഇയർഫോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് മെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ആ മോണോപോഡ് വാങ്ങുമ്പോൾ ഓൺലൈനിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് മോണോപോഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ വിലയിലും അതുപോലെ വിലക്കുറവിലും ഏറ്റവും നല്ലൊരു ബാറ്ററി ബാക്കപ്പും കിട്ടണ ഒരേ മോണോപോഡ് ഇതാണ്. അപ്പോൾ എല്ലാവരും ഈ മോണോപോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ബാറ്ററി ബാക്കപ്പ് ആണ്. ഏകദേശം ഒരു 6 hours മേളിൽ കണ്ടിന്യൂസ് യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മേളിൽ ചില സമയം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റും സിറിയും സപ്പോർട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഫോൺ കയ്യിലില്ലെങ്കിൽ നമുക്ക് സിറിയും ഗൂഗിൾ അസിസ്റ്റൻറ്റും കണക്റ്റും ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഫ്രണ്ടിൽ തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ചാണ്, ടച്ച് അല്ല. ടച്ച് ചിലവർക്ക് അനോയിങ് ആയിട്ട് വരാറുണ്ട്. അറിയാതെ പ്രസ് ആകുമ്പോൾ മ്യൂട്ടാവും, പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇതുപോലെ ചാർജിങ് പോർട്ട് എൻ്റെ ഇതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് റിവ്യൂ പറഞ്ഞത്. അതുപോലെ ഇതിൻ്റെ കൂടെ വന്ന കവറ് ബോട്ട്സിനൊക്കെ നല്ല ക്വാളിറ്റി വെച്ചാണ്, നല്ല പാക്കേജിംഗ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ഇയർഫോണാണ്. സൗണ്ട് ക്വാളിറ്റി ഞാൻ ഇതിൻ്റെ അവസാനം ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ അവസാനം വരെ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ സിറിയും ഗൂഗിൾ അസിസ്റ്റൻറ്റും കണക്ട് ചെയ്ത് നോക്കി. സിറി എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗൂഗിൾ അസിസ്റ്റൻ്റാണ് കണക്ട് ചെയ്തത്. അത് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഈ ഒരു വിലയിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു പ്രോഡക്റ്റാണ്. ബാറ്ററി ബാക്കപ്പ് ഞാൻ ചെക്ക് ചെയ്തു. അത് USB കേബിളിന് നീളം കുറവാട്ടോ, പ്രത്യേകം പറയുകയാണ്. USB കേബിളിന് ഒരു പവർ ബാങ്കിൽ നിന്ന് എത്താവുന്ന നീളമുള്ളൂ. അപ്പം നിങ്ങൾക്ക് അല്ലാതെ കുത്തണമെങ്കിൽ സാധാരണ മൊബൈലിൻ്റെ ചാർജർ കുത്തിയാലും മതി. ഒരു 1 ആമ്പിയറിൻ്റെ അല്ലെങ്കിൽ കുത്തിയാലും കുഴപ്പമൊന്നുമില്ല. 2 ആമ്പിയർ കുത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കിയാൽ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെയർ തന്നെ ഒരു LED ഉണ്ട്, ഒരു റെഡും ബ്ലൂവും. അത് പെയറിങ്ങിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് ഓഫ് ആയിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. ഇത് നിലവിൽ നമുക്ക് വേർപ്പൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അല്ലാതെ വാട്ടർ പ്രൂഫ് അല്ല. പക്ഷേ ക്വാളിറ്റി നന്നായിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട്, എന്നാലും വലിയ വിഷയമൊന്നും വന്നിട്ടൊന്നുമില്ല. ഓഫായിട്ടും കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. റബ്ബറിനും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബുഷ് വരുന്നുണ്ട്, അതിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഓടി ചെക്ക് ചെയ്യുന്ന ഭാഗം ഞാൻ ലാസ്റ്റ് ഇട്ടുണ്ട്, എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യുക. നമ്മൾ പറഞ്ഞ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്. ഹലോ. കൂടെ കേൾക്കുമ്പോടാ കേൾക്കുന്നുണ്ട്. ക്ലാരിറ്റി ഇല്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ക്ലാരിറ്റി എങ്ങനെയുണ്ട്? ക്ലാരിറ്റി ഓക്കെയാണ്. നമ്മൾ സാധാരണ നേരെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ ശരി. ആ